നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഈ മൊബിലിറ്റി പദ്ധതിയിൽ 4500 കോടിയുടെ ഇടപാട് ഗതാഗത മന്ത്രി അറിയില്ലെന്ന് പറയുന്നത് പരിഹാസ്യമാണെന്ന് KM ഷാജി MLA. ഇലക്ട്രിക് ബസ്സുകൾ വാങ്ങാനുള്ള അഴിമതി ആരോപണം. ഗതാഗത മന്ത്രി AK ശശീന്ദ്രൻ യൂത്ത് കോൺഗ്രസിന്റെ കരിങ്കൊടി. പ്രവർത്തകർക്ക് നേരെ പോലീസ് ലാത്തി വീശി. ശമ്പളമില്ല, നിയമന അംഗീകാരമില്ല, എയ്ഡഡ് അധ്യാപകർ തെരുവിലിറങ്ങി. പ്രതീകാത്മക പ്രതിഷേധം കോഴിക്കോട് DD ഓഫീസിന് മുന്നിൽ. വെള്ളിമാടുകുന്ന് ദേശീയപാതയിൽ മരം കടപുഴകി വീണ് 2 പേർക്ക് പരിക്ക്. ബാങ്കുകളുടെ വ്യവസായ വിരുദ്ധ നയങ്ങൾക്കെതിരെ ഫ്യൂമ. വ്യവസായ മേഖലയ്ക്കായി പുതിയ വായ്പാ നയം രൂപീകരിക്കണമെന്ന് ആവശ്യം. ഞാൻ എഡ്വിൻ പി പോൾ. വാർത്തകൾ വിശദമായി. ഈ മൊബിലിറ്റി പദ്ധതിയിൽ ഇലക്ട്രിക് ബസ്സുകൾ വാങ്ങാനുള്ള 4500 കോടിയുടെ ഇടപാട് ഗതാഗത മന്ത്രിക്ക് അറിയില്ലെന്ന് പറയുന്നത് പരിഹാസ്യമാണെന്ന് KM ഷാജി MLA. മുഖ്യമന്ത്രി മകളെ ഉപയോഗിച്ച് അഴിമതി നടത്തുകയാണെന്നും അദ്ദേഹം കോഴിക്കോട്ട് പറഞ്ഞു. 4500 കോടിയുടെ ഒരു ഇടപെടൽ കേരളത്തിലെ ഗതാഗത മന്ത്രിക്ക് അറിയില്ല എന്ന് പറയുന്നത് തന്നെ ഏറ്റവും പരിഹാസ്യവും ഒപ്പം തന്നെ സംശയാസ്പദമായ കാര്യമാണ്. എന്നുവെച്ചാൽ അത്ര എല്ലാ വകുപ്പുകളും നിശ്ചലമാണ്. ഇപ്പോൾ സത്യം പറഞ്ഞാൽ എല്ലാ വകുപ്പുകളും നിശ്ചലമാണ്. മുഖ്യമന്ത്രി മാത്രമാണ് കേരളത്തിൽ ആക്ട് ചെയ്യുന്ന ഒരു മന്ത്രി എന്ന് പറയുന്നുള്ളൂ. ബാക്കി എല്ലാവരും നിശ്ചലമാണ്. അതിൻ്റെ ഭാഗമാണ് എല്ലാ വകുപ്പുകളും എന്ന് പറയുന്നത്. പക്ഷേ അതിലെ ഏറ്റവും സുപ്രധാനമായ പ്രശ്നം ഇതിലെ ഡയറക്ടർ അവർ തന്നെ ഡിസ്ക്ലോസ് ചെയ്തിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയുമായിട്ടുള്ള ബന്ധം ഡിസ്ക്ലോസ് ചെയ്തിരിക്കുകയാണ്. നേരത്തെ പിണറായി വിജയന്റെ ഒരു ട്രാക്ക് റെക്കോർഡ് എല്ലാവർക്കും അറിയാവുന്ന പോലെ 360 കോടിയിൽ നിന്ന് ഇപ്പോഴും മോചിതമല്ലാത്ത കേസുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു മുഖ്യമന്ത്രി മകളെ ഉപയോഗിച്ച് ഇപ്പോൾ അഴിമതി നടത്തുന്നു എന്ന് വളരെ കൃത്യമായി പറയാൻ കഴിയും. അല്ലെങ്കിൽ ഇങ്ങനെ ഈ സത്യം ഓൺലൈനുമായി നടന്ന അവിശുദ്ധമായ ഇടപെടലുകളിൽ സംശയാസ്പദമായ കമ്പനിയാണ് EWC എന്ന് പറയുന്നത്. അങ്ങനെയുള്ളൊരു കമ്പനിയുമായി ഉള്ള കരാറും അല്ലെങ്കിൽ ഇടപെടലും അതിലെ തന്നെ ഒരു ഡയറക്ടർ മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയുമായി ഉള്ള അവിശുദ്ധമായ ബന്ധവും യഥാർത്ഥത്തിൽ ഇതൊരു നിസ്സാരമായ പ്രശ്നമല്ല. പ്രത്യേകിച്ച് ട്രാൻസ്പോർട്ട് മന്ത്രിയുടെ കൈകഴുകലൊക്കെ അതിന്റെ കൂടി ഭാഗമാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഇലക്ട്രിക് ബസ്സുകൾ വാങ്ങാനുള്ള അഴിമതി ആരോപണങ്ങൾക്ക് പിന്നാലെ ഗതാഗത മന്ത്രി AK ശശീന്ദ്രന് നേരെ കരിങ്കൊടി. കുരുവട്ടൂർ മുച്ചുകുളത്ത് വെച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് കരിങ്കൊടി കാണിച്ചത്. $4500 കോടി മുടക്കി 3000 ഇലക്ട്രിക് ബസ് നിർമ്മിക്കുന്ന ഈ മൊബിലിറ്റി പദ്ധതിയുടെ കൺസൾട്ടൻസിക്കും വിശദ പദ്ധതി റിപ്പോർട്ട് തയ്യാറാക്കലിനും പ്രൈസ് വാട്ടർ ഹൌസ് കൂപ്പേഴ്സ് കമ്പനിക്ക് കരാർ നൽകിയതിൽ ഗുരുതര വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കഴിഞ്ഞ ദിവസം ആരോപിച്ചതിന് പിന്നാലെയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഗതാഗത വകുപ്പ് മന്ത്രി AK ശശീന്ദ്രന് നേരെ കരിങ്കൊടി കാട്ടിയത്. കുരുവട്ടൂർ മച്ചുകുളത്താണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചത്. കരിങ്കൊടി കാട്ടിയതിനെ തുടർന്നുണ്ടായ ലാത്തിയടിയിൽ പരിക്കേറ്റ TK റിയാസ്, സനൂജ് കരുവട്ടൂർ തുടങ്ങിയവരെ ചേവയൂർ പോലീസ് ബീച്ച് ആശുപത്രിയിലേക്ക് മാറ്റി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വസ്തുതകളെ വളച്ചൊടിച്ചുകൊണ്ടാണ് രമേശ് ചെന്നിത്തല സർക്കാരിനെതിരെ പറയുന്നതെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ. 4500 കോടി മുടക്കി 3000 ഇലക്ട്രിക് ബസ് നൽകാൻ ഒരു കമ്പനിക്കും കരാർ നൽകിയിട്ടില്ലെന്നും നടക്കുന്നത് സാധ്യതാ പഠനമാണെന്നും അദ്ദേഹം പറഞ്ഞു. ദയവായി കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ പ്രത്യേകിച്ചും ഗവൺമെന്റല്ല ജനങ്ങളാകെ രാജ്യമാകെ ഒരു പ്രതിസന്ധിയിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ ശ്രദ്ധ തിരിച്ചുവിടാനുള്ള നടപടികളിൽ നിന്ന് അദ്ദേഹം ദയവായി പിന്തിരിയണമെന്നൊരു വിനീതമായ അഭ്യർത്ഥനയാണ് എനിക്ക് വെക്കാനുള്ളത്. വസ്തുതകളെ വളച്ചൊടിച്ചാണ് രമേശ് ചെന്നിത്തല സർക്കാരിനെതിരെ സംസാരിക്കുന്നത്. സർക്കുലർ തന്നെയാണ് അദ്ദേഹത്തിനുള്ള മറുപടി. പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ മുഖ്യമന്ത്രി നേരിട്ട് തന്നെയാണ് മോണിറ്റർ ചെയ്യുന്നത്. പ്രൈസ് വാട്ടർ ഹൌസ് കൂപ്പേഴ്സിന് ഉത്തരവ് കൊടുക്കുമ്പോൾ കമ്പനിയെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. സർക്കാർ കരാറിൽ ഒപ്പുവെച്ചിട്ടുമില്ല. വ്യവസായ വികസനം പാടില്ല എന്ന നിലപാടാണ് പ്രതിപക്ഷ നേതാവിനുള്ളതെന്നും 1 രൂപ പോലും സർക്കാർ നൽകിയിട്ടില്ലെന്നും AK ശശീന്ദ്രൻ പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് തന്നെ പറഞ്ഞത് ഇദ്ദേഹത്തെ കരിമ്പട്ടികയിൽ പെടുത്താൻ നിർദ്ദേശിച്ചിരുന്നു എന്നാണല്ലോ അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ഞങ്ങളെ അറിവിൽ ഈ സമയം വരെ അവരെ കരിമ്പട്ടികയിൽ പെടുത്തിയിട്ടില്ല. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കോഴിക്കോട് വെള്ളിമാടുകുന്നിൽ റോഡിലേക്ക് മരം കടപുഴകി വീണ് 2 പേർക്ക് പരിക്ക്. കോഴിക്കോട് വയനാട് ദേശീയപാതയിൽ ഗതാഗതവും ഏറെ നേരത്തേക്ക് തടസ്സപ്പെട്ടു.
തിങ്കളാഴ്ച പുലർച്ചോടെയാണ് മരം ദേശീയപാതയിലേക്ക് കടപുഴകി വീണത്. കോഴിക്കോട് വയനാട് ദേശീയപാതയിൽ ഏറെ നേരത്തെ ഗതാഗത തടസ്സത്തിന് ഇത് കാരണമായി. ബൈക്ക് യാത്രക്കാരായ 2 പേർക്കാണ് പരിക്കേറ്റത്. ഇരുവരെയും സമീപത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സമീപത്തെ KCB ലൈനുകൾക്കും വാഹനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചു. മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് അഗ്നിശമന സേനയും നാട്ടുകാരും ചേർന്ന് മരം പൂർണ്ണമായി മുറിച്ചു മാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചത്. ദേശീയപാതയിലുടനീളം ഇത്തരത്തിൽ അപകട ഭീഷണി ഉയർത്തി ഒരുപാട് മരങ്ങൾ നിൽക്കുന്നുണ്ട്. മഴക്കാലത്തിന് മുന്നേ ഭീഷണി ഉയർത്തി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റണമെന്നായിരുന്നു നാട്ടുകാർ പറയുന്നത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ജില്ലാ വാർത്തകളിൽ ഒരിടവേള. എന്തൊരു വേഗല്ലേ കാലത്തിന്. എന്റെ ചക്കിയ നിങ്ങളുടെ മാളവിക. കുഞ്ഞി കൊലുസും കിലുക്കി നടന്ന കുസൃതിയിൽ നിന്ന് ഇപ്പോ വലിയൊരു ജിമിക്കാരി. പെൺകുട്ടികളുള്ള എല്ലാ അച്ഛനമ്മമാരും സ്വപ്നം കാണും അവളുടെ വിവാഹം. അവൾ ഏറ്റവും സുന്ദരിയാകുന്ന ആ നിമിഷം അത് നമ്മളല്ലേ ഒരുക്കേണ്ടത്. എന്തോ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്, ബ്രൈഡ്സ് ഓഫ് ഇന്ത്യ. അവൾ തിളങ്ങട്ടെന്ന്. വെറൈറ്റി ഫുഡ് നല്ല ആംബിയൻസിൽ കഴിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം പറഞ്ഞേ. കൊക്കോസ് കലവറ. അവിടെ ഹോട്ട്സ്പോട്ട് കല്ലുമുക്കായ, കലവറ സ്പെഷ്യൽ ചട്ടിച്ചോറ് വിത്ത് ചമ്മന്തി, കുടുക്ക ബിരിയാണി, കലവറ മീൻ തലക്കറി, ചിക്കൻ കബാബ്, ബീഫ് കബാബ്, ചിക്കൻ സിസ്ലെസ്, ബീഫ് സിസ്ലെസ്, ഇത്രയും ഐറ്റംസ് ഉണ്ട്. ഓഹ്, നീ സ്ഥലം പറയ്. കൊക്കോസ് കലവറ, നിയർ തൊണ്ടയാട് ജംഗ്ഷൻ, മലാപ്പറമ്പ് റോഡ്, കോഴിക്കോട്. വാർത്തകൾ തുടരുന്നു. 5 വർഷമായിട്ടും ശമ്പളവുമില്ല, നിയമനാംഗീകാരവുമില്ല. ദാരിദ്ര്യത്തിലും പട്ടിണിയിലുമായി എയ്ഡഡ് സ്കൂൾ അധ്യാപകർ പ്രതിഷേധവുമായി തെരുവിലിറങ്ങി. അധ്യാപനത്തിന് പകരം പുതിയ തൊഴിൽ മേഖലകളിലേക്ക് നീങ്ങേണ്ടി വരുന്ന അധ്യാപകർ DD ഓഫീസിന് മുമ്പിൽ പ്രതീകാത്മകമായി പ്രതിഷേധിച്ചു. നിയമനാംഗീകാരമോ ശമ്പളമോ ലഭിക്കാതെ പട്ടിണിയിലേക്ക് നീങ്ങുകയാണ് എയ്ഡഡ് അധ്യാപകരും. 2016 മുതൽ 20 വരെ നിയമനം നേടി അംഗീകാരം ലഭിക്കാത്തവരാണിവർ. 2019 മാർച്ചിൽ ഇറക്കിയ ഉത്തരവിലും ഇവരെക്കുറിച്ച് പരാമർശമില്ല. ജില്ലയിൽ 3000-ൽ താഴെ അധ്യാപകരാണ് ഇത്തരത്തിൽ പട്ടിണിയിലേക്കും ദാരിദ്ര്യത്തിലേക്കും നീങ്ങുന്നത്. അധ്യാപകരെല്ലാം മറ്റുള്ള ജോലിയിലേക്ക് നീങ്ങേണ്ട അവസ്ഥ. സ്കൂൾ ഇല്ലാത്ത സമയത്ത് കൂലിപ്പണികൾ ചെയ്താണ് അധ്യാപകർ വരുമാനം നേടുന്നത്. ഇനിയെങ്കിലും സർക്കാരിന്റെ കണ്ണു തുറപ്പിക്കാനാണ് കോഴിക്കോട് DDE ഓഫീസിന് മുന്നിൽ ശവപ്പെട്ടിയും പണി ഉപകരണങ്ങളുമായി പ്രതീകാത്മക സമരം നടത്തിയത്. നിയമനാംഗീകാരം ലഭിക്കാത്ത എയ്ഡഡ് സ്കൂൾ അധ്യാപകരുടെ കൂട്ടായ്മയായ NATU നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധം KHSTU മുൻ സംസ്ഥാന ചെയർമാനും സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവുമായ നിസാർ ചേലേരി ഉദ്ഘാടനം ചെയ്തു. ഈ അധ്യാപകരുടെ സ്ഥിതി എന്താണ്? കഴിഞ്ഞ 4 വർഷമായി അവർക്ക് യാതൊരുവിധ ശമ്പളവുമില്ല. അവർ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. ബിപിൻ കൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. അരുൺ സി, അൻവർ, ജവാദ് എന്നിവർ നേതൃത്വം നൽകി. ഇനിയും ഇവർക്ക് അനുകൂലമായ തീരുമാനമുണ്ടായില്ലെങ്കിൽ ശക്തമായ സമരത്തിലേക്ക് നീങ്ങാനാണ് തീരുമാനം. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ബാങ്കുകളുടെ വ്യവസായ വിരുദ്ധ നയങ്ങൾക്കെതിരെ പ്രതിഷേധവുമായി ഫർണിച്ചർ മാനുഫാക്ചേഴ്സ് ആൻഡ് മെർച്ചന്റ് വെൽഫെയർ അസോസിയേഷൻ. വ്യാപാര മേഖലയെ രക്ഷിക്കാൻ പുതിയ വായ്പാ നയങ്ങൾ രൂപീകരിക്കണമെന്നാണ് ഫ്യൂമ ആവശ്യപ്പെടുന്നത്. കോവിഡ് പ്രതിസന്ധിയിൽ നട്ടം തിരിയുന്ന വ്യാപാര മേഖലയെ കൈപിടിച്ചുയർത്തേണ്ട ബാങ്കുകൾ നടപ്പിലാക്കുന്ന മനുഷ്യത്വരഹിതമായ നടപടികൾക്കെതിരെയാണ് ഫ്യൂമ സംസ്ഥാന വ്യാപകമായി ബാങ്കുകൾക്ക് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. കേന്ദ്ര സർക്കാരിന്റെയും പൊതുമേഖലാ ബാങ്കുകളുടെയും സഹായത്തോടെ പുതിയ വായ്പാ നയം രൂപീകരിക്കണമെന്നാണ് സംഘടനയുടെ ആവശ്യം. മൊറട്ടോറിയം കാലാവധി 1 വർഷത്തേക്ക് പലിശരഹിതമായി നീട്ടുക, വ്യാപാരികൾക്കുമേൽ ബാങ്കുകൾ ചുമത്തുന്ന അമിത ചാർജുകൾ ഒഴിവാക്കുക, പലിശയുടെ കാര്യത്തിൽ സുപ്രീം കോടതി നിരീക്ഷണം ബാങ്കുകൾ മുഖവിലക്കെടുക്കുക, ലാഭം മാത്രം ലക്ഷ്യമാക്കുന്ന ബാങ്കിന്റെ നടപടികൾ അവസാനിപ്പിക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങളും ഫ്യൂമ മുന്നോട്ട് വെച്ചു. കോഴിക്കോട് SBIക്ക് മുന്നിൽ നടന്ന സമരം അഹമ്മദ് പേങ്ങോടൻ ഉദ്ഘാടനം ചെയ്തു. റാഫി പുത്തൂർ, ബാബുരാജ് ചന്ദ്രിക, സുമുഖൻ കുന്നത്ത് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. 13 വർഷമായി ഒറ്റമുറി വീട്ടിൽ ഇരുട്ടിൽ കഴിയുന്ന വയോധികയ്ക്ക് വൈദ്യുതി വെളിച്ചം നൽകി മാറാട് ജനമൈത്രി പോലീസ് മാതൃകയായി. അരക്കിണർ അങ്ങാടിപ്പറമ്പിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന
66 വയസ്സുള്ള വയോധികയ്ക്കാണ് പോലീസിന്റെ സഹായമെത്തിയത്. ലോക്ക്ഡൌൺ കാലത്ത് ദുരിതം അനുഭവിക്കുന്നവരെയും ഒറ്റയ്ക്ക് താമസിക്കുന്നവരെയും കുറിച്ച് മാറാട് ജനമൈത്രി ബീറ്റ് ഓഫീസർമാരായ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ധനേഷ് കുമാറും സിവിൽ പോലീസ് ഓഫീസർ സുജാതയും നടത്തിയ അന്വേഷണത്തിലാണ് വർഷങ്ങളായി ഒറ്റയ്ക്ക് താമസിക്കുന്ന സുലോചനയെ കണ്ടെത്തിയത്. വീട് സന്ദർശിച്ചപ്പോൾ ബന്ധുക്കളുമായി പിണങ്ങി ഒറ്റമുറിയിൽ വെളിച്ചമോ പ്രാഥമിക സൗകര്യങ്ങളോ ഇല്ലാതെ ജീവിച്ചു വരികയാണെന്ന് കണ്ടെത്തി. അവിവാഹിതയായ സുലോചന മാസത്തിൽ ലഭിക്കുന്ന പെൻഷൻ തുക കൊണ്ടാണ് ജീവിതം തള്ളി നീക്കിയത്. കാര്യങ്ങൾ വ്യക്തമായതോടെ കുറച്ചു ദിവസത്തേക്ക് ആവശ്യമായ ഭക്ഷണ കിറ്റും മണ്ണെണ്ണയും ബീറ്റ് ഓഫീസർമാർ എത്തിച്ചു നൽകി. ബന്ധുക്കൾ മുഖേന വൈദ്യുതി എത്തിച്ചു നൽകാൻ ആവശ്യപ്പെടാനായിരുന്നു തീരുമാനമെങ്കിലും അത് നിരസിച്ച സുലോചനയ്ക്ക് പോലീസുകാർ തന്നെ വൈദ്യുതി കണക്ഷൻ നൽകാൻ മുൻകൈയെടുത്തു. ഇതോടെ ചുരുങ്ങിയ സമയത്തിനുള്ളിലാണ് സുലോചനയുടെ ഇരുട്ട് നിറഞ്ഞ ജീവിതത്തിലേക്ക് ഒരു പറ്റം പോലീസുകാരുടെ കാരുണ്യത്തിൽ പ്രതീക്ഷയുടെ വെളിച്ചം വീണത്. മാറാട് SHO വിനോദൻ K സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. ജനമൈത്രി ബീറ്റ് ഓഫീസർ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ധനേഷ് കുമാർ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ രതീഷ് കുമാർ KK, ഷിനോജ് K, ബീറ്റ് ഓഫീസർ സുജാത, സിവിൽ പോലീസ് ഓഫീസർ ഷൈജിത് PG എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ട്രാവൽ ഏജൻസികളെയും യാത്രക്കാരെയും കബളിപ്പിക്കുന്ന വിമാന കമ്പനികൾക്കെതിരെയും ടൂറിസം മേഖലയെ പരിഗണിക്കാത്ത സർക്കാരിനെതിരെയും ട്രാവൽ ഏജൻസികൾ സമരമുഖത്ത്. ഇന്ത്യൻ ഫെഡറേഷൻ ഓഫ് ട്രാവൽ ആൻഡ് ടൂറിസ്റ്റ് ഏജന്റ്സ്, കേരള ഉംറ ട്രാവൽ വെൽഫെയർ അസോസിയേഷൻ എന്നിവയുടെ നേതൃത്വത്തിൽ കോഴിക്കോട് എയർ ഇന്ത്യ ഓഫീസിന് മുമ്പിൽ പ്രതിഷേധ സംഗമം നടത്തി. കോവിഡ് കാലത്ത് കേരളത്തിലെ ടൂർസ് ആൻഡ് ട്രാവൽസ് മേഖലയിൽ പ്രവർത്തിക്കുന്ന 1 ലക്ഷത്തോളം വരുന്ന ആളുകളുടെ പ്രശ്നങ്ങൾ ഇഫ്റ്റ, കുവ എന്നീ സംഘടനകൾ പലതവണ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ശ്രദ്ധയിൽ എത്തിച്ചെങ്കിലും സർക്കാർ അനുകൂല നിലപാട് സ്വീകരിക്കാത്തതിനാലാണ് സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. റെഗുലർ ഫ്ലൈറ്റുകൾ ആരംഭിച്ച് പ്രവാസികളെ നാട്ടിലെത്തിക്കുക, ടിക്കറ്റ് റീഫണ്ടിന്മേലുള്ള അലംഭാവം വിമാന കമ്പനികൾ അവസാനിപ്പിക്കുക, സാമ്പത്തിക ഉത്തേജന പാക്കേജുകൾ പ്രഖ്യാപിക്കുക, പലിശരഹിത വായ്പ പ്രോത്സാഹിപ്പിക്കുക, ടാക്സ് ഇളവുകൾ നൽകുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ച് ഇഫ്റ്റ നേതൃത്വത്തിൽ എയർ ഇന്ത്യ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സംഗമം നടത്തി. പ്രതിപക്ഷ ഉപനേതാവ് ഡോക്ടർ MK മുനീർ MLA ഉദ്ഘാടനം ചെയ്തു. ജലീൽ മങ്കരത്തൊടി, അഹമ്മദ് ഷമീം, റഷീദ്, കുഞ്ഞിമോൻ എന്നിവർ നേതൃത്വം നൽകി. തുടർന്ന് വിവിധ എയർലൈനുകൾക്ക് ട്രാവൽ ഏജൻസികളുടെ ആവശ്യങ്ങൾ രേഖപ്പെടുത്തിയ നിവേദനം സമർപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ജില്ലാ വാർത്തകളിൽ ഒരിടവേള കൂടി. വാർത്തകൾ തുടരുന്നു. കോഴിക്കോട് നഗരത്തിൽ തെരുവ് നായശല്യം രൂക്ഷമാകുന്നു. കഴിഞ്ഞ ദിവസം 8 പേർ തെരുവുനായയുടെ ആക്രമണത്തിന് ഇരയായി. നായശല്യം എത്രയും വേഗം പരിഹരിച്ചു തരണമെന്ന ആവശ്യവും വിവിധ തലങ്ങളിൽ നിന്നും ഉയർന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഉച്ചയോടെയാണ് തെരുവിലൂടെ നടന്നുപോയവരെയും ഡ്രൈവർമാരെയും ഒരു നായ കടിച്ച് പരിക്കേൽപ്പിച്ചത്. മുൻ ദിവസങ്ങളിലും ഈ നായ പലരെയും ആക്രമിച്ചിരുന്നതായി നാട്ടുകാർ പറയുന്നു. പരിക്കേറ്റവരെ ബീച്ച് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൂട്ടമായി വരുന്ന തെരുവ് നായ്ക്കൾ ഏതു നിമിഷവും ആക്രമിക്കാമെന്ന ഭീതിയിലാണ് കാൽനട യാത്രക്കാരും കച്ചവടക്കാരും നഗരത്തിലൂടെ സഞ്ചരിക്കുന്നത്. ഓടുന്ന വാഹനത്തിന് പുറകെ നായകൾ ഓടുന്ന സംഭവം സാധാരണമാണ്. വന്ധീകരിച്ച നായകളെ വലിയങ്ങാടി പ്രദേശത്ത് തുറന്നുവിട്ടതാണ് നായശല്യം വർദ്ധിക്കാൻ കാരണമെന്നാണ് വ്യാപാരികളും മറ്റും പറയുന്നത്. ഗോഡൌണിലൊക്കെ പാഞ്ഞു കയറിക്കുന്ന നായ, കച്ചവട സ്ഥാപനങ്ങളിലേക്ക് പാഞ്ഞു വരെ കയറിയിട്ടുണ്ട് നായ. ലോക്ക്ഡൌണിന് ശേഷം കച്ചവട സ്ഥാപനങ്ങൾ ഓരോന്നായി തുറന്നു വരുമ്പോൾ വ്യാപാരികൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നായി തെരുവ് നായശല്യം മാറിയിരിക്കുകയാണ്. ഇത് എത്രയും വേഗം പരിഹരിച്ചു തരണമെന്ന ആവശ്യം ശക്തമായി ഉയരുന്നുണ്ട്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരള ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് യൂണിയൻ RDD ഓഫീസ് ധർണ നടത്തി. KM ഷാജി MLA ഉദ്ഘാടനം ചെയ്തു. സെക്കൻഡറി, ഹയർ സെക്കൻഡറി സ്കൂൾ ലയന നീക്കം പൂർണ്ണമായും ഉപേക്ഷിക്കണമെന്ന് ധർണ ആവശ്യപ്പെട്ടു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് യൂണിയൻ RDD ഓഫീസ് ധർണ നടത്തി. MLA KM ഷാജി ഉദ്ഘാടനം ചെയ്തു. N ബഷീർ അധ്യക്ഷനായിരുന്നു. KTM മുസ്തഫ, സംസ്ഥാന പ്രസിഡന്റ് KT അബ്ദുൽ ലത്തീഫ്, നിസാർ ചേലേരി, VK അബ്ദുറഹിമാൻ, അബ്ദുൽ ജലീൽ KK, ആലിക്കുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. ഹയർ സെക്കൻഡറി ലയന നീക്കം പൂർണ്ണമായി ഉപേക്ഷിക്കുക, ഓൺലൈൻ ഭാഷാ പഠന സൗകര്യങ്ങൾ ഒരുക്കുക, പ്രിൻസിപ്പൽ തസ്തിക ഹയർ സെക്കൻഡറി അധ്യാപകർക്ക് മാത്രമായി പരിമിതപ്പെടുത്തുക, ഹെഡ്മാസ്റ്റർമാരുടെ പ്രിൻസിപ്പൽ പ്രൊമോഷൻ അവസാനിപ്പിക്കുക, ജൂനിയർ സീനിയർ പ്രൊമോഷൻ നടപ്പിലാക്കുക, ഹയർ സെക്കൻഡറി ക്ലാസുകളിലെ വിദ്യാർത്ഥികളുടെ എണ്ണം 1:50 ആക്കുക എന്നീ ആവശ്യങ്ങളും ധർണയിൽ ഉയർന്നു. അസ്ഹർ അബ്ദുള്ള, K റഫീഖ്, ഷമീർ പുതുപ്പാടി തുടങ്ങിയവർ ധർണയ്ക്ക് നേതൃത്വം നൽകി.
ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ എന്ന മുദ്രാവാക്യവുമായി മുസ്ലിം ലീഗ് മടവൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉപവാസ സമരം സംഘടിപ്പിച്ചു. മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി എം എ റസാഖ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. കേരള ഗവൺമെന്റുകളുടെ ജനദ്രോഹ നയങ്ങൾക്കെതിരെയും കേരള സർക്കാരിന്റെ പ്രവാസി വഞ്ചനയ്ക്കെതിരെയും പ്രതിസന്ധി കാലത്ത് പൊതുജനത്തെ ദുരിതത്തിലാക്കിയ സർക്കാർ നയത്തിനെതിരെയുമെന്ന മുദ്രാവാക്യങ്ങളുമായാണ് മുസ്ലിം ലീഗ് മടവൂർ പഞ്ചായത്ത് കമ്മിറ്റി നേതൃത്വത്തിൽ ഏകദിന ഉപവാസം സംഘടിപ്പിച്ചത്. കൊട്ടയ്ക്കാവാലിൽ നടന്ന ഉപവാസ സമരം മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി എം എ റസാഖ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. പ്രവാസ ലോകത്തെ ആളുകൾ അനുഭവിക്കുന്ന ദുരിതം വളരെയേറെയാണ്. സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെ തെറ്റായ നയത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്രയും വലിയ പ്രയാസം അവർ നേരിടുന്നത്. വിശിഷ്യ കേരള സർക്കാർ ഇക്കാര്യത്തിൽ വലിയ തികഞ്ഞ കുറ്റകരമായ കാര്യം നിർവഹിച്ചിട്ടുണ്ട്. അവർക്ക് വിമാനം കൊടുക്കാൻ തയ്യാറാകാതെ വിമാനം കിട്ടുന്നതിന് പലപ്പോഴും പ്രയാസമുണ്ടാവുകയും KMCCയുടെ ആഭിമുഖ്യത്തിൽ നേതൃത്വത്തിൽ ചാർട്ടർ ചെയ്ത വിമാനങ്ങൾ പുറപ്പെടുന്ന ഘട്ടത്തിൽ ആ വിമാനത്തിൽ വരുന്ന മുഴുവൻ ആളുകളും കോവിഡ് ടെസ്റ്റിന് വിധേയരാകണം എന്നാവശ്യപ്പെടുകയും ചെയ്തു. വന്ദേ ഭാരത് മിഷന്റെ ഭാഗമായിട്ടുള്ള വിമാനത്തിന് കോവിഡ് ടെസ്റ്റ് വേണ്ട കേരളത്തിൽ. അതേസമയം ഇവർക്ക് വേണം എന്ന് പറഞ്ഞത് ഒരു ചിറ്റമ്മ നയമാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. പ്രവാസികൾ വരാതിരിക്കാൻ വേണ്ടിയുള്ള നീക്കത്തിന്റെ ഭാഗമായിട്ട് AP യൂസുഫ് അലി അധ്യക്ഷത വഹിച്ചു. മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റ് നജീബ് കാന്തപുരം മുഖ്യപ്രഭാഷണം നടത്തി. മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് VM ഉമ്മർ മാസ്റ്റർ സമാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. MSF സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റ് AP അബ്ദുസമദ്, മുനീർ പുതുക്കുടി, സെക്രട്ടറി സൈനുദ്ദീൻ KK, VC റിയാസ് ഖാൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. രാമനാട്ടുകര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാമനാട്ടുകര വില്ലേജ് ഓഫീസിന് മുമ്പിൽ പ്രതിഷേധ ധർണ നടത്തി. ഇന്ധനവില വർധനവിനെതിരെയാണ് ധർണ സംഘടിപ്പിച്ചത്. ഇന്ധനവില വർധനവിനെതിരെ രാമനാട്ടുകര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാമനാട്ടുകര വില്ലേജ് ഓഫീസിന് മുൻപിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. KPCC വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് T സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്തു. 2004 $35 വിലയുണ്ടായിരുന്ന സമയത്ത് 1 ലിറ്റർ പെട്രോളിന്റെ വില അന്ന് രാജ്യം ഭരിക്കുന്നത് കോൺഗ്രസ്. 1 ലിറ്റർ പെട്രോളിന്റെ വില 35 രൂപ 71 പൈസ. ഞങ്ങൾ ചോദിക്കുന്നു, 2004 അതേ വില ലോക മാർക്കറ്റിൽ ബാരൽ ക്രൂഡ് ഓയിൽ ഉള്ളപ്പോ ഇന്ന് നിങ്ങൾ ചുമത്തിയതായിരിക്കുന്ന പെട്രോൾ വില 80 രൂപ കവിഞ്ഞിരിക്കുന്നു. 80 രൂപ കവിഞ്ഞിരിക്കുന്നു. പ്രദീപ് പനയങ്ങൽ അധ്യക്ഷനായിരുന്നു. UDF ജില്ലാ ചെയർമാൻ ബാലനാരായണൻ മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് പ്രസിഡന്റ് K സുരേഷ്, KP ബാബുരാജ്, VM പുഷ്പ, അക്ഷയ് ദിനേശ്, അയ്യപ്പൻ MP, പ്രേംരാജ് എന്നിവർ നേതൃത്വം നൽകി. 20 ലക്ഷം കോടിയാണ് ജനങ്ങളുടെ പോക്കറ്റിൽ നിന്ന് നരേന്ദ്രമോദി ഊറ്റിയെടുത്തത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. നൂതന വിദ്യാഭ്യാസ രീതിക്ക് കൈത്താങ്ങായി രാമനാട്ടുകര സർവീസ് സഹകരണ ബാങ്ക് ഓൺലൈൻ പഠനത്തിനായി ഇലക്ട്രോണിക് ഗാഡ്ജറ്റുകൾക്ക് 5% പലിശ നിരക്കിൽ വായ്പ നൽകുന്ന പദ്ധതിക്കാണ് തുടക്കം കുറിച്ചത്. ഓൺലൈൻ വിദ്യാഭ്യാസത്തിന് ഉതകുന്ന ലാപ്ടോപ്പ്, മൊബൈൽ, ടാബ്, കമ്പ്യൂട്ടറുകൾ തുടങ്ങിയ ഇലക്ട്രോണിക് ഗാഡ്ജറ്റുകൾക്ക് 5% പലിശ നിരക്കിൽ വായ്പ ഏർപ്പെടുത്തുകയാണ് രാമനാട്ടുകര സർവീസ് സഹകരണ ബാങ്ക്. ബാങ്കിന്റെ പ്രവർത്തന പരിധിയിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഗുണപ്പെടുന്ന പദ്ധതിക്ക് ലളിതമായ നടപടിക്രമങ്ങളാണുള്ളത്. ഉപകരണങ്ങൾ കൈമാറിക്കൊണ്ട് പദ്ധതിയുടെ ഉദ്ഘാടനം ബേപ്പൂർ നിയോജക മണ്ഡലം MLA VKC മമ്മദ് കോയ നിർവഹിച്ചു. നമ്മളിവിടെ രാമനാട്ടുകര മലപ്പുറവും മറ്റ് ബാങ്കുകളും ഉണ്ടെന്നതാണ്. ആ ബാങ്കുകളൊക്കെ ഇതേപോലെ ബിസിനസ് നടത്തി ലാഭം ഉണ്ടാക്കിയാൽ അതിൻ്റെ ഒരു പൊടി പോലും നമ്മുടെ രാമനാട്ടുകാർക്ക് തിരിച്ച് ലഭിക്കുന്നില്ല. അതൊന്നും രാജ്യത്താകേണ്ട എല്ലാ ബാങ്കിന്റെയും ഒരു അവസ്ഥയാണ്. ബാങ്ക് ചെയർമാൻ വിജയൻ P മേനോൻ അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർമാൻ IT ബാലസുബ്രഹ്മണ്യൻ, കോഴിക്കോട് സഹകരണ വകുപ്പ് അസിസ്റ്റന്റ് രജിസ്ട്രാർ ശ്രീജ NK, ഫറൂഖ് യൂണിറ്റ് ഇൻസ്പെക്ടർ ഷൌക്കത്ത്, കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ രാമനാട്ടുകര യൂണിറ്റ് സെക്രട്ടറി പ്രകാശൻ K, ബാങ്ക് ഡയറക്ടർ ദീപേഷ് ഐലാത്ത് തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.